ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ ചാനലിലെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിതാ വേനൽ വന്നു തുടങ്ങി, നമ്മൾ ആയുധം എടുത്തു തുടങ്ങി, അടി അങ്ങോട്ട് തുടങ്ങി. അടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു രക്ഷയില്ലാത്ത വാരി പറക്കിയിട്ടുള്ള അടിയാണ് ഇനി കൊടുക്കേണ്ടത്. കാരണം വെച്ചാൽ വേനലാകുമ്പോഴത്തേക്ക് വെള്ളത്തിൻ്റെ ചൂട് കൊണ്ട് നിമന്ന് നിൽക്കും മീനെല്ലാം. അപ്പോൾ ചെല്ലുക, അടിക്കുക, എടുക്കുക, ഇത്രയേ ഉള്ളൂ സംഭവം. നമ്മളൊരു സ്ഥിരം സ്പോട്ടുകൾ തന്നെയായിരുന്നു. നമ്മൾ കുറേ കാലം കഴിഞ്ഞിട്ട് ഇറങ്ങിയിട്ട് ഇപ്പോൾ ഇറങ്ങി നമ്മൾ വന്നുടനെ അടി അങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്ത്. അടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് അടിക്കുന്ന ഒരു കൊമ്പനെയാണ് നമ്മൾ കയറ്റിയിരിക്കുന്നത്. ഭയങ്കര ഹാപ്പി, ഭയങ്കര വൈബ്. ഇതൊരു ചെറിയ കായലും തോടും ഒന്നിക്കുന്ന സ്ഥലമാണ്. വെള്ളം കയറുമ്പോഴത്തേക്ക് ഏറ്റം വരുമ്പോഴത്തേക്ക് മീനുകളെല്ലാം കൂടെ കയറുകയും ഇറക്കം വരുമ്പോഴത്തേക്ക് അവിടെ നിന്ന് പയ്യെ ഇറങ്ങി പോവുകയും ചെയ്യും. ഈ ഇറക്ക സമയത്താണ് ചെല്ലേണ്ടത്, അടിക്കേണ്ടത്. അടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെന്നാൽ നിങ്ങൾക്ക് ആർക്ക് എന്നാലും പറവറ വാരിപ്പറക്കിട്ട് അടിക്കാം. ഒരു രക്ഷയില്ലാത്ത സ്പോട്ടാണ്. നമ്മളങ്ങനെ അവനെ എടുത്ത് കയറ്റിയതിന് ശേഷം അടുത്ത സ്പോട്ടിലോട്ട് പോകുന്നുണ്ട്. അടുത്ത സ്പോട്ടിലോട്ട് പോയി ഇനി അവിടെ നിൽക്കണം. തെങ്ങിൻ്റെ മൂട്ടി നോക്കി അവയ്ക്ക് കിടക്കുന്ന ഒരു സാധനം. ഇപ്പം ഏകദേശം ഒരു 11-12 മണിയായി കാണും. കിട്ടിയതും അതും നല്ല സൈസത്തൊരു മീൻ തന്നെയാണ്. നമുക്ക് എന്തായാലും അവനെ കളയാൻ പറ്റൂലല്ലോ. ഉടക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് ഉടക്കാണ്. അവിടെ ചീലാന്തിരി ഉടക്കാണ്. ബ്രൈഡൊക്കെ ഉറഞ്ഞ് പൊട്ടിപ്പോകാൻ സാധ്യത കൂടുതലാണ്. സംഭവം എങ്ങനെയെങ്കിലും നമ്മൾ അവനെ തൂക്കി എടുത്തേ പറ്റുള്ളൂ എന്നുള്ള വാശിയിലായി. കാരണം എന്ന് വെച്ചാൽ അത്രയ്ക്ക് ഫൈറ്റ് എടുത്താൽ ഉള്ള ചീലാന്തിരി ഇടയിലെല്ലാം കയറ്റി വെച്ച് നമ്മളവനെ വിടരുത്, എടുക്കണം. അവൻ എടുക്കാനാണ് നമ്മൾ ഇത്രയും വെയിറ്റ് ചെയ്യുന്നത്. അപ്പം കയറ്റുമ്പോഴത്തേക്ക് കണ്ടോ എൻ്റെ സൈസ് എങ്ങനെയാണ് നോക്കുക. അടുത്തെത്താറായിട്ടുണ്ട്. എടുത്തതായാലും തൂക്കി ഞാൻ കരയിലോട്ട് എറിയുമ്പോൾ കിട്ടുന്നൊരു സന്തോഷമുണ്ട്. കിടക്കുന്ന ഐറ്റം കണ്ട. നിങ്ങൾ എന്നെ ഒന്ന് ഗസ് ചെയ്ത് നോക്കി എത്ര വരുമെന്നുള്ളത്. ഞാൻ ഇവിടെ നിന്ന് പിടിച്ചതിലേക്ക് ഏറ്റവും ടോപ്പ്, ഈ സിലോപ്പിൽ ഏറ്റവും കൂടുതൽ ടോപ്പ് പിടിച്ചേക്കുന്നത് 1.8 1.25 കിലോ ഉള്ളൊരു സിലോപ്പി ഞാൻ ഇവിടെ നിന്ന് പിടിച്ചിട്ടുണ്ടായിരുന്നു. സൈസത്തെ സാധനം ഇവിടുന്ന്. അതിൻ്റെ വീഡിയോ നമ്മൾ പിറകെ വരുന്നുണ്ട്. പിടിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ പിടിച്ചതിലേക്ക് ഏറ്റവും ടോപ്പ് സാധനം. ഇതൊക്കെ ഏകദേശം ഒരു 1 kg വരും. എന്തായാലും 1 kg വരും. നല്ല സൈസ് സാധനം, കരിവീട്ടി സാധനം, ഒരു രക്ഷയില്ല. നമ്മളങ്ങനെ വീണ്ടും പഴയ സ്പോട്ടിലോട്ട് തന്നെ വന്നിട്ടുണ്ട്. വന്ന് പയ്യെ നോക്കി നിൽക്കുകയാണ്. ഇറക്കായതുകൊണ്ട് പയ്യെ മേളിൽ നിമന്ന് താന്ന് അങ്ങനെ പോവുകയാണ്. കണ്ടുടനെ തന്നെ ഒരെണ്ണം കൊടുത്ത് ഇനി അവൻ നിമരരുത്. അത്രയ്ക്ക് അഹങ്കാരമായിപ്പോയി. കുറേ നേരം നമ്മളൊന്ന് നോക്കി നിൽക്കുകയായിരുന്നു. കാരണം വെച്ചാൽ വീഡിയോ കൂടുതൽ നമ്മൾ എഡിറ്റ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ അടിച്ചിട്ട് കിട്ടാത്ത ഒരുപാടുണ്ട്. ഈ ചെന്നുടനെ നമുക്ക് അടിച്ച് കിട്ടണമെന്നൊന്നുമില്ല കേട്ടോ. 10 അടിക്കായിരിക്കും ഒരെണ്ണം കിട്ടുന്നത്. ബാക്കി ചിലപ്പോൾ ഹൂക്ക് പോവും, ബ്രൈഡ് പൊട്ടി പോവും, ചിലപ്പോൾ ഉടക്കി പോവും, ചിലപ്പോൾ കൊളുത്തിട്ട് ഊരി പോവും. ഈ പോകുമ്പോഴത്തേക്ക് ഒരു ഫീലുണ്ട്. കാരണം വെച്ചാൽ നമ്മൾ അത്രയും കഷ്ടപ്പെട്ട് കൊണ്ടുവന്നിരുന്ന സാധനം കയ്യിൽ നിന്ന് പൊട്ടിപ്പോകുമ്പോൾ ഒരു ഫീലുണ്ട്. അമ്മാതിരി ഫീലെന്ന് വെച്ച് കഴിഞ്ഞാൽ മരിക്കുന്നതിന് തുല്യമായിപ്പോൾ ഫീലാണ്. നമ്മളിപ്പോൾ അടിച്ചു കയറ്റിയിരിക്കുന്ന എല്ലാം കിട്ടുന്നതെല്ലാം ഒരേ സൈസ് സാധനങ്ങളാണ്. ഇന്നേ ദിവസം നമ്മൾ 28 കിലോയോളം നമ്മൾ മീൻ ഇവിടെ നിന്ന് പിടിച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ വെളുപ്പിന് ഒരു 6 മണി 6:30 ആയപ്പോൾ തുടങ്ങിയ അടിയാണ്. നിർത്തുന്നത് വൈകുന്നേരം 3 മണിക്കാണ്. അതുവരെ നമ്മൾ മാട കിടന്ന് അടിച്ചിട്ടാണ് നമ്മൾ 28 കിലോ പിടിച്ചത്. നമുക്ക് ഇവിടെയും ഒരു വലിയൊരു വില്ലൻ അവതരിച്ചിട്ടുണ്ട്. അതാണ് നമ്മുടെ ഏറ്റവും വലിയ സീന്. കാരണം വെച്ച് കഴിഞ്ഞാൽ ഈ മീനിനെയൊക്കെ നമ്മൾ പിടിച്ചു കൂട്ടി നമ്മൾ അതിൻ്റെ അടുത്തോട്ട് ചെല്ലുമ്പോഴത്തേക്ക് ഒരു ആശാൻ തലയിട്ട് പൊക്കി നോക്കണം. എന്താണ് സംഭവം എന്നറിയാൻ വയ്യ. ഞാൻ പിടിച്ച മീനിൻ്റെ പിറകെ ഉണ്ടായിരുന്നത് ആള്. അത് വീഡിയോ എടുക്കാൻ പറ്റില്ല. കാരണം വെച്ചാൽ നമ്മളിപ്പോൾ ഒരു 10-15 മീൻ പിടിച്ചപ്പോഴത്തേക്കും നമ്മുടെ ഫോണിൻ്റെ ഏകദേശം ചാർജ് തീരുമാനമായിട്ടുണ്ടായിരുന്നു. സംഭവം മറ്റാരുമല്ല, നീർനായ. എല്ലായിടത്തും ഭയങ്കര ശല്യമാണ്. ആദ്യം വരുന്ന സമയത്ത് ആദ്യം ഈ സൈറ്റ് കാണുന്ന സമയത്ത് 2 നീർനായാണ് കണ്ടിട്ടുണ്ടായിരുന്നത്. അത് പിന്നെ 2, 4 4, 8 8, 10. ഇപ്പോൾ വിശ്വസിച്ച് ഇവിടെ നിന്ന് നിൽക്കാൻ പറ്റത്തില്ല വെള്ളത്തിലെന്ന് പറയും. കാരണം വെച്ചാൽ ചിലപ്പോൾ കാലിൻ്റെ ഉള്ളം ഭാഗം കാണുമ്പോൾ വെള്ള മീനാണെന്ന് കരുതി കടിക്കാനും സാധ്യത കൂടുതലാണ്. കിട്ടിയിട്ടുണ്ട് വെള്ളത്തിൽ പോയവർക്കൊക്കെ. അതുകൊണ്ട് നമ്മൾ മാക്സിമം കെയർഫുള്ളായിട്ട് ഇവിടെ നിൽക്കുള്ളൂ. മീൻ പോയാൽ പോട്ടെ എന്ന് വിചാരിക്കും ഇറങ്ങിയെടുക്കാൻ നിൽക്കത്തില്ല. ഇപ്പോൾ കിട്ടിയെന്താ അതേ സൈസ് സാധനങ്ങൾ തന്നെയാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ഒരു ദിവസം ഈ സെയിം നീർനായ പില്ലിൻ്റെ ഇടയിൽ കുരുങ്ങി കിടന്നപ്പോഴത്തേക്ക് നമ്മൾ പിന്നെ കമ്പൗണ്ട് കുത്തിയെടുത്ത് വിട്ടുകൊടുത്തു. കാരണം വെച്ചാൽ ശത്രു ആണെങ്കിൽ പോലും നമ്മൾ സഹായിക്കണമെന്നാണല്ലോ. അതും വെള്ളത്തിൽ കിടന്ന് ജീവിക്കുന്നതല്ലേ. നമ്മളും പിടിക്കുന്ന കഴിക്കാനോ അതും പിടിക്കുന്ന കഴിക്കാനോ. പക്ഷെ അത് ഒറ്റ കുഴപ്പമെന്ന് വെച്ചാൽ എല്ലാത്തിനെയും ആക്രമിച്ചിട്ട് കളയും. ഒന്നും തിന്നാൻ പറ്റത്തില്ല, തിന്നത്തില്ല. കടിച്ച് കൊന്ന് ഒരു ദിവസം നോക്കിയാൽ 10-15 ഇതേപോലെ ഈ സൈസിലുള്ള പൊങ്ങി കിടക്കണം. കണ്ടപ്പോൾ കല്ലുറക്കി അറിയാൻ തോന്നി നീർനായനെ. പക്ഷെ എന്ത് ചെയ്യാൻ, പാവം പോട്ടെന്ന് വിചാരിച്ച് നമ്മൾ അടുത്തതിനെയും കണ്ട് അടിച്ചിട്ടുണ്ട്. ഇപ്പം ഇറക്ക സമയമാണ്. അടിച്ച് നമ്മൾ പയ്യെ അവനെ എടുത്ത് ഇനി കയറ്റിക്കൊണ്ടുവരണം. കാരണം വെച്ചാൽ ഇവിടെ നിന്നാണ് നമ്മൾ മാലാവിനെ പിടിച്ചേറ്റിട്ടുള്ളത്. മാലാവിനെ പിടിക്കുന്ന സമയത്ത് ഇതൊന്നും അല്ലായിരുന്നു ഫൈറ്റ്, അന്യായ ഫൈറ്റായിരുന്നു. അങ്ങനെ നമ്മൾ ഏകദേശം നമ്മൾ വൈൻഡപ്പ് ചെയ്യാറായിട്ടുണ്ടായിരുന്നു. വൈൻഡപ്പ് ചെയ്യാറായ കാര്യം വരുന്നത് കൊണ്ടല്ല, മൊബൈലിൻ്റെ ചാർജ് തന്നെയാണ് പ്രശ്നം. ഇനി അത്യാവശ്യം നമ്മൾ മേടിക്കാൻ പോകുന്നതെന്ന് വെച്ചാൽ ഒരു പവർ ബാങ്കാണ്. ആ പവർ ബാങ്ക് ഉണ്ടെങ്കിൽ നമുക്ക് ഏകദേശം വീഡിയോ എടുക്കാൻ എല്ലാത്തിനും ക്ലിയറാണ്. ഇതിപ്പോൾ അത്യാവശ്യം ലോങ് നടിക്കുന്ന കാര്യമാണ്. നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവുമായിരിക്കും. നമ്മൾ ഇറങ്ങിപ്പോകുന്ന ലോങ്, മീനെടുക്കാൻ പോകുന്ന ലോങ്, അതായത് നമ്മൾ തിരിച്ച് പിടിച്ചു എന്നുള്ളതിനുള്ള ഏറ്റവും വലിയൊരു സന്തോഷമാണ്. കാരണം വെച്ചാൽ നമ്മൾ ഒരു കാര്യം നമ്മൾ ചെയ്യാതിരിക്കുമ്പോഴാണ് അത് ഏറ്റവും കൂടുതൽ ഫർഗേറ്റ് ചെയ്യുന്നത്. ഏറ്റവും കൂടുതൽ മറന്നു പോകുന്നത് അത് കാര്യങ്ങൾ നമ്മൾ ചെയ്യാതിരിക്കുന്നതാണ്. ഇപ്പം എന്തായാലും നമ്മൾ ആ ചെയ്യാതിരുന്ന കാര്യം ഒന്ന് ചെയ്തു വന്നപ്പോഴത്തേക്ക് എല്ലാം ഓക്കെ ആയി, പവറായി. ഇപ്പോൾ കൊണ്ടുവരുന്ന ആശാനെ കണ്ടു നോക്ക്. ഇതാണ് ഇപ്പോൾ കിട്ടിയ മീൻ. എന്തായാലും നമ്മൾ ഇന്നത്തെ ദിവസം ഫുള്ള് ഹാപ്പിയാണ്, ഫുള്ള് വൈബാണ്, ഫുള്ള് ഹാപ്പി, ഒരു എനർജറ്റിക് മൂഡാണ്. ഇത്രയും മീൻ നമ്മൾ ഇത്രയും ദിവസത്തിനിടയ്ക്ക്, ഇത്രയും നാളിനിടയ്ക്ക് ഇത്രയും മീൻ നമ്മൾ ഇതുവരെ പിടിച്ചിട്ടില്ല. അപ്പോൾ എന്തുകൊണ്ട് നമ്മളിന്ന് ഭയങ്കര ഹാപ്പിയാണ്.
അപ്പോൾ നമുക്ക് എന്തായാലും നമ്മുടെ ചാനലിലെ വീഡിയോസ് എല്ലാം നിങ്ങൾ കണ്ട് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്ത എല്ലാ മച്ചാന്മാർക്കും നമ്മൾ ഒരിക്കൽ കൂടെ അകമറിഞ്ഞ് നന്ദി പറയുകയാണ്. മച്ചാന്മാരെ, അപ്പോൾ നമ്മുടെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ മുമ്പോട്ടുള്ള എല്ലാ വീഡിയോസും നിങ്ങൾ കാണുക, കണ്ട് സപ്പോർട്ട് ചെയ്യുക. ഇതിന് നമ്മൾ പോസ്റ്റ് ചെയ്തിട്ടുള്ള എല്ലാ വീഡിയോകളും ഒന്ന് കയറി കണ്ട് നിങ്ങൾ ഇഷ്ടപ്പെട്ടാൽ മാത്രം നിങ്ങൾ ലൈക്ക് ചെയ്യുക, നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. എന്തായാലും നമ്മൾ ഇനിയും ഈ യുദ്ധം തുറന്നുകൊണ്ടിരിക്കും, നമ്മൾ വിട്ടുകൊടുക്കില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ നമുക്ക് തിരിഞ്ഞ് പിന്മാറാനുള്ള ഒരു ലക്ഷ്യമില്ല. നമ്മൾ എന്തായാലും ഒന്നിന് ഇറങ്ങി തിരിച്ചാൽ പിന്നെ അതിൻ്റെ അറ്റം കണ്ടിച്ചേ മാറാവും. ഇപ്പം നമ്മൾ അടുത്ത ആളിനെ അടിച്ച് കയറ്റിയിട്ടുണ്ട്, അടുത്ത ആളിനെ അടിച്ച് കയറ്റി ഇതാ കൊണ്ടുവരുന്നുണ്ട്. പിന്നെ മാക്സിമം ഇപ്പോഴും നെഗറ്റീവ് പറയുന്നവർ ഒരുപാട് പേരുണ്ട്. അവരോട് നമുക്ക് പറയാൻ ഒന്നേ ഉള്ളൂ, നിങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുക, നിങ്ങൾ പറയുന്ന അനുസരിച്ച് ഞാൻ എൻ്റെ വേവ് കൂട്ടിക്കൊണ്ടിരിക്കും, വീഡിയോ ഇട്ടുകൊണ്ടിരിക്കും, സന്തോഷമേ ഉള്ളൂ. നെഗറ്റീവ് പറയുന്നവരോട് പോകാൻ പറയുക. ഇതാണ് നമ്മുടെ ലാസ്റ്റ് കിട്ടിയ മീൻ. ഇതോടുകൂടി നമ്മുടെ മൊബൈലിൻ്റെ ചാർജ് ഏകദേശം തീർന്നു. അപ്പോൾ മറ്റൊരു വീഡിയോ കാണുന്നവരേക്കും ബൈ ബൈ ഗൈസ്, സീ യു.